ഇന്ന് നമുക്ക് സെക്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ സീക്രട്ട് സെക്സ് there is the physical function. In the sacred sex there is a physical function that what we know. ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്? അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പ്രൊക്രിയേഷനാണ്. അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രതിഭാസം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാ വംശവും വേറിട്ട് പോകുമായിരുന്നു. ഇവിടെ ഈ സെക്സ് എനർജിക്ക്, സെക്സിനെ പൊതുവെ നമ്മുടെ നാട്ടിൽ തെറ്റായിട്ടാണ്, മിസ്കൺസെപ്റ്റാണ്. അത് വളരെ ചീത്തയാണ്, മോശമാണ്. ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ് നാം ഓരോരുത്തരും പഠിച്ചു വരിക. അതിന് മൊറാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നതെങ്കിലും പലപ്പോഴും അതിനെക്കുറിച്ച് അത് വളരെ മോശമായ കാര്യമാണ് എന്നുള്ളൊരു തരത്തിലാണ് ചിന്തകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. കുറച്ചുകൂടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി കുട്ടികൾക്ക് ഒരു അറിവ് കൊടുക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെ വെറുപ്പോടുകൂടി ചീത്തയായിട്ടല്ല വിചാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അപകടത്തിലേക്ക് പോവുകയുള്ളൂ. കാരണം ഒരു പ്രായത്തിൽ അവർക്ക് ഈ സെക്സ് എനർജി കൂടുതൽ ഓപ്പൺ ആവുകയും അതിനെ മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും ഒക്കെ അവർ അത് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് ഗുണപരമായിരിക്കില്ല. ഇത് അത്രമാത്രം തെറ്റല്ല, പക്ഷെ മറിച്ച് അതിന് ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ടുണ്ടാകാവുന്ന കോൺസിക്വൻസസ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ളതാണ് എന്നുള്ള അറിവും, അതുപോലെ തന്നെ ഇതിന് അതിമഹനീയമായ ആകർഷണ ശക്തിയുണ്ട്. ഈ ആകർഷണ ശക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പോയാൽ വീണ്ടും വിചാരമില്ലാതെ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ, ലൈംഗികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ജീവിതം പലപ്പോഴും ബാലൻസ് തെറ്റിപ്പോവും. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലും അവർ തമ്മിലുള്ള ബന്ധങ്ങളിലുമൊക്കെ പരസ്പരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ കടന്നു വരും. നാം ഏത് രാജ്യത്താണോ ജീവിക്കുന്നത്, ഏത് നാട്ടിലാണോ ജീവിക്കുന്നത്, അവിടുത്തെ സംസ്കാരവുമായി ചേർന്ന് പോയില്ലെങ്കിൽ നാം മികച്ചവരല്ല എന്നുള്ള കാൽക്കുലേഷനിൽ മറ്റുള്ളവരെത്തും. പക്ഷെ അത് സത്യമാണോ എന്നുള്ളത്, സത്യവും ശരിയും തെറ്റും ആപേക്ഷികമാണെന്ന് നമുക്കറിയാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമാണെന്നറിയാം. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇൻ സീക്രട്ട് സെക്സ് ദർ ഈസ് ദ ഫിസിക്കൽ സൈഡ്, ദർ ഈസ് ബ്ലിസ്, ഒരു ആനന്ദമുണ്ട് സെക്സിന് വേണ്ടിയുള്ള സമയങ്ങളിൽ നമ്മിൽ ധാരാളം പ്രത്യേക തരത്തിലുള്ള വളരെ ശക്തമായ, വളരെ ദൈവികമായ ഒരു എനർജി പ്രകടമാവുകയും അതിൽ ആനന്ദമുണ്ടാകുകയും അതിൻ്റെ പരിസമാപ്തിയിൽ ഓർഗാസം ഉണ്ടാവുകയും അതൊരു വലിയ ആനന്ദമായി തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അതിനോട്, അങ്ങനത്തെ ഒരു സന്ദർഭത്തിന് എല്ലാവർക്കും അത് ഒരു ഇഷ്ടം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ നാട്ടുനടപ്പുകൾ, നമുക്ക് എന്താണോ നാട്ടുനടപ്പുകളിലും വിലയിരുത്തേണ്ടതുണ്ട്. അധമമായ വിശ്വാസത്തിലല്ല അതിനെക്കുറിച്ച് വേണ്ടത്. ഇത് ശരീരത്തിന് ആവശ്യമുള്ളൊരു പ്രക്രിയയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ല സെക്സ്. ആക്ച്വലി നമ്മുടെ ശരീരത്തെ, ഫിസിക്കൽ ബോഡിക്കുള്ള അതിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. സെക്സ് സഫിഷ്യൻ്റായിട്ട് ആവശ്യത്തിലുള്ള സെക്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പോലുള്ള ആ എനർജി സ്റ്റക്കായി അവിടെ നിന്ന് നമുക്ക് രോഗങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ ദേഷ്യങ്ങളോ വെറുപ്പുകളോ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ ഫിസിക്കൽ ഫങ്ഷനിൽ പെട്ടതാണ്. അപ്പോൾ അത് ശരീരത്തിന് അങ്ങനെയുള്ളൊരു ടെംപ്റ്റേഷനിലേക്ക് ഒരു സെക്സ് അർജ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നാം ഇണകളെ തിരഞ്ഞെടുക്കുന്നതും ഇണകളാൽ ഇത് സംയോഗം നടക്കുന്നതൊക്കെ.
അപ്പം അത് നടക്കേണ്ടതാണ്. അത് അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ അത് നടക്കേണ്ടതാണ്. അത് നടന്നില്ലെങ്കിൽ ആ സപ്രസ്ഡ് ഇമോഷൻസ് ആർ ഡിസീസസ് എന്നാണ്. നെഗറ്റീവായിട്ടായിട്ട് മാറും, അത് ഡിസീസായിട്ട് അത് മാറും. അപ്പോൾ ലൈംഗികമായിട്ടുള്ള ഫിസിക്കൽ ഫങ്ഷൻ ആവശ്യമാകുന്ന സമയത്ത് അത് പരസ്പര ധാരണയിൽ അത് അനുവർത്തിച്ചാൽ മാത്രമേ അതിൻ്റെ പരിപൂർണമായ എക്സ്റ്റസിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു മെക്കാനിക്കലി ഇതൊരു കർമ്മം പോലെ ആണ് അതിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ ആ കുണ്ടലിനി റേസിംഗ് പോലെയുള്ള എക്സ്റ്റസി, ഡിവൈൻ ബ്ലിസ് നമുക്ക് ലഭ്യമല്ല. ആക്ച്വലി സേക്രഡ് സെക്സ് ഈസ് ഡിവൈൻ, ദൈവികമാണത്. നമുക്കറിയാമല്ലോ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതെല്ലാം മതപാരമ്പര്യങ്ങളുണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ. അതിൻ്റെ പർപ്പസ് എന്താണ്? ബ്രഹ്മം ആചരിക്കുന്ന ആള് പരമമായി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മമായി നിൽക്കുന്ന ദൈവികമായ സൂപ്പർ കോൺഷ്യസുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ സെക്സ് എനർജിക്ക് പ്രത്യേകമായ മികവുകളുണ്ട്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന എനർജി അവിടെ ഉപയോഗിക്കാതെ വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ചക്രകളൊക്കെ ക്ലീനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ക്രൗൺ സെൻറ്ററിലേക്ക് അത് കടന്നു പോകും. അപ്പോൾ ദൈവിക അംശം നമ്മളിൽ കൂടുതലായിരിക്കും. സെക്സ് എനർജി ഈസ് ദ ഡിവൈൻ എനർജി. കാരണം അടുത്ത തലമുറകൾ ഉണ്ടാവാനായിട്ട് തയ്യാറാക്കിയതാണ്. അതിനുള്ളൊരു താല്പര്യം ജനിക്കാനുള്ളൊരു പ്രത്യേക വിഭാഗത്തിലുള്ള ഊർജമായിട്ടാണ് അതിന് തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ മികച്ചതാണ്, നമ്മുടെ ലോവർ ക്രിയേറ്റിവിറ്റിയെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെൽഫുമായിട്ട്, ഉന്നതാത്മാവും അതുപോലെ തന്നെ പരമാത്മാവുമായി ബന്ധപ്പെടാൻ അത് കൂടുതൽ സഹായിക്കും. സെക്സിന് ഫിസിക്കലി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തന്നെ സബ്ലിമേറ്റ് ചെയ്ത് അത് ക്രൗണിലേക്ക് കടന്നു പോകും. ക്രൗണിലേക്ക് കടന്നു പോകുമ്പോൾ ഈശ്വരീയമായ ബന്ധം കൂടുതലായിരിക്കും, നമ്മിലുള്ള ഈശ്വരീയമായ ബന്ധം കൂടുതലായിരിക്കും. ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നാം ഈശ്വരീയമായ തലത്തിലേക്ക് നമ്മുടെ സോള് കുറേയും കൂടെ മികച്ചതായിട്ട് മാറുകയാണെങ്കിൽ എന്താണ് ഗുണം? നാം ചെയ്യുന്നതും വിചാരിക്കുന്നതും പറയുന്നതൊക്കെ കൂടുതൽ നന്മയോടുകൂടി ചെയ്യാനും അത് മാനിഫെസ്റ്റ് ചെയ്യാനും ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ, ആ കർമ്മം ചെയ്യുമ്പോൾ അത് വളരെ മികച്ചതായിട്ട് മാറുന്നു. ഇനി ഈ സീക്രട്ട് സെക്സിന് വേറൊരു വശമുള്ളത് ഇമോഷണൽ സൈഡാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. ഇമോഷണൽ സൈഡ് നമുക്ക് ഒരു ഇണയോട് വെറുതെ ലൈംഗികത തോന്നുന്നതല്ല ശരി, മറിച്ച് ഇണയോട് പ്രണയമുണ്ടാകുക. പ്രണയത്തിൻ്റെ ഒരു ഊർജത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാവും. പ്രണയം, ലവ് ഈസ് ഡിവൈൻ. അതിൻ്റെ പ്രത്യേകിച്ച് ഈ പ്രണയം, ഒരു ഇണയെ തേടാനുള്ള സ്നേഹം, ഇഷ്ടം നമുക്ക് വളരെ ശക്തമായൊരു എനർജിയാണത്. ഒരു കാമന, ഒരു പ്രണയത്തിലേക്കുണ്ടാക്കുന്ന ആകർഷണം, ആ ആകർഷണത്തിലുള്ള പരസ്പരം കൈമാറുന്ന ഊർജങ്ങൾക്കൊക്കെ വളരെ ഇമോഷണൽ നേച്ചറുണ്ട്. അതിശക്തമാണത്, വളരെ സന്തോഷം തരുന്നതാണത്. പ്രണയം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. പ്രണയം സന്തോഷം തരുന്നു. പ്രണയം നമ്മുടെ ആത്മാവിനെ ഉണർത്താനായി സഹായിക്കുന്നു. പ്രണയം നമ്മുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തുന്നു. പ്രണയം നമ്മിലുള്ള പ്രണയത്തെ നമുക്ക് ഈശ്വരീയവുമായ ഊർജവുമായി ബന്ധപ്പെടുത്തി, ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹയർ സെൽഫ് ആൻഡ് ദ ഹയർ സോൾ ആൻഡ് ദ സുപ്രീം സോൾ. അതിന് വളരെ അധികം സഹായിക്കുന്നതാണ് സെക്സിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പരസ്പരം കെയറിങ്ങും പരസ്പരം നർച്ചറിങ്ങും പരസ്പരം സൗഖ്യപ്പെടുത്തലും അതിൻ്റെ ആനന്ദത്തിലേക്ക് രണ്ടിണകളും പരസ്പരം അതിൻ്റെ എല്ലാ മേഖലകളിലും വളരെ
ആനന്ദകരമായ തലത്തിലേക്ക് ആ ബന്ധമേർപ്പെടുന്ന സമയത്ത് അതിന് ഒരു ഇണയെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താമെന്ന് ഒരു ഇണ വിചാരിക്കുമ്പോൾ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റേ ഇണ തിരിച്ചും അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടാണ് സ്നേഹം കൊടുക്കേണ്ടത്, അങ്ങോട്ടാണ് ആനന്ദം കൂടുതലുണ്ടാക്കേണ്ടത് എന്ന് സങ്കല്പിക്കുമ്പോൾ, അതേപോലെ തന്നെ തിരിച്ചും അതേ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിപൂർണമായ ഒരു നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് വന്ന് നിറഞ്ഞ് അതൊരു ഈശ്വരീയമായ തലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു. അവിടെ ഈശ്വരീയമായ ശബ്ദങ്ങളുണ്ടാകുന്നു. ലൈംഗികമായ ആനന്ദത്തിൻ്റെ സമയത്ത്, അതിൻ്റെ എക്സ്റ്റസിയുടെ സമയത്ത്, അല്ലെങ്കിൽ ആ ബ്ലിസ്സിൻ്റെ നേരത്ത് അറിയാതെ ഫിമെയിൽ ഓർ മെയിൽ, പുരുഷനും സ്ത്രീയും പ്രത്യേക ഒരു ശബ്ദമുണ്ടാക്കുന്നത് നമുക്കറിയാം. ചിലപ്പോൾ ആളുകളത് കൺട്രോൾ ചെയ്ത് വയ്ക്കും, ആ ശബ്ദത്തെ പുറത്ത് കേട്ടാൽ അത് കുറവാണോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ആക്ച്വലി ദർ ഇസ് എ സൗണ്ട്. ആ സൗണ്ട് ആക്ച്വലി അതൊരു ഓംകാരമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് നമ്മിൽ നിന്ന് ഉയരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ശബ്ദം നമ്മിൽ ഉയരണമെങ്കിൽ എന്തായിരിക്കണം ആ നേരത്തുണ്ടാകുന്നത്? ഈശ്വരീയമായ സങ്കല്പത്തിലുള്ളൊരു കൂടിച്ചേരലാണ് അല്ലേ? രണ്ട് ആത്മാക്കൾ തമ്മിൽ ഇണചേരുന്ന സമയത്ത് പുറപ്പെടുന്ന അഹങ്കാരം രണ്ടുപേരിൽ നിന്നും ജനിക്കുന്ന, അതിനെ സപ്രസ് ചെയ്യാതെ അതിനെ പ്രകൃതിയിലേക്ക് മെർജ് ചെയ്യുക. പ്രകൃതി അത് ഉന്നതാത്മാവും പരമാത്മാവിലേക്കും വിലയം പ്രാപിക്കുന്നു. ആ സമയത്ത് നാം കൂടുതൽ ഈശ്വരീയമായ ബന്ധത്തിലേക്ക്, ഈശ്വരീയമായ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുന്നു. നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ്, സന്തോഷം എന്നിവ ക്രമേണ കൂടാനായി ഇത് സഹായിക്കുന്നു. അത് ശരിയായിട്ടുള്ള ആനന്ദത്തിൽ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അത് ചെയ്യുമ്പോൾ ഒരു മെക്കാനിക്കൽ അല്ലാതെ അതിനെ വളരെ സ്നേഹോഷ്മളമായി നിറഞ്ഞ പ്രണയത്തോടു കൂടി അത് ആവിഷ്കരിക്കുമ്പോൾ, ആ തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദങ്ങൾ നമ്മെ കൂടുതൽ നമ്മുടെ ആത്മാവിനെ വളർത്തുന്നതിന്, ആത്മീയ ചൈതന്യം വലുതാക്കുന്നതിന്, ഒരു യോഗീ തലത്തിലേക്ക് ഉയരുന്നതിന്, വളരെ മേന്മയുള്ള ക്യാരക്ടർ ബിൽഡിങ്ങിന്, ഹീലിംഗ് പവേഴ്സ്, നമുക്ക് തന്നെ നമ്മളെ സെൽഫ് ഹീൽ ചെയ്യാനുള്ള ശക്തി കൂടുന്നു, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ബാലൻസ്ഡ് ആകുന്നു, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെ മികച്ചതായ ഒരു തലത്തിലേക്ക് മാറുന്നു. സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ തീവ്രമായ സംയോജനം അവിടെ സംഭവിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുണ്ടലിനി ശക്തി സാവധാനം മുകളിലേക്ക് ഉയർന്ന് വരുന്നു. ഇത് ഗ്രാജുവലി എന്നും നടക്കുന്ന പ്രോസസ്സാണ്. ഈ ലൈംഗികമായ ബന്ധം ഏർപ്പെടുന്ന സമയത്ത് ഈ ഊർജം ഉയരുന്നുണ്ട്, കുണ്ടലിനി പവർ ഉണരുന്നുണ്ട്. പക്ഷെ നമുക്കത് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണ് ആൾ ധരിച്ചിരിക്കുന്നത്. നമുക്കുണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന ആനന്ദങ്ങൾ, നമ്മുടെ ഹോർമോണുകൾ നമുക്ക് ആനന്ദം തരുന്ന പോലെ തന്നെ ചെറിയ അളവിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അനുവർത്തിക്കുമ്പോഴും ഈ കുണ്ടലിനി വേക്കണാവുന്നുണ്ട്. ഈവൻ ചെറിയ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ, തൃപ്തിയായിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മിൽ കുണ്ടലിനി ശക്തി ഉണരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഇമോഷണൽ സൈഡ്. സെക്സിന് ഒരു ഇമോഷനുണ്ട്, സെക്സിന് ഒരു ശക്തിയുണ്ട്. സെക്സ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിവൈൻ. സെക്സ് ഈസ് നീഡഡ് ടു പ്രൊവൈഡ്. സെക്സ് അനുവദിക്കേണ്ടതുണ്ട്. ലവ് ഈസ് ടു പ്രൊവൈഡ് എന്ന് പറഞ്ഞ പോലെ ഒരു ഇണയെ സംതൃപ്തിപ്പെടുത്താൻ അവർക്ക് ഈ സെക്സ് എനർജി നിറഞ്ഞ് അത് സപ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് അവിടെ കോൺസ്റ്റിപ്പേറ്റഡ് ആവുകയും അത് സപ്രസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് അവിടെ ആ കൺട്രോളിങ് തലത്തിൽ നിന്നും അത് ഒരു ഫ്രീസ്ഡ് തലത്തിലേക്ക് മാറി ക്രമേണ മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകും. അപ്പോൾ പരസ്പരം
ലൈംഗികമായി ബന്ധപ്പെട്ട് ശരീരത്തെ ഈശ്വരീയതയിലേക്ക് മെർജ് ചെയ്യാനായിട്ട് തയ്യാറാവണം. അതിന് പരസ്പരം ഇതൊരു കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാവരുത്, ഇത് പരസ്പരം വിലയം പ്രാപിക്കേണ്ടതാണ്. ഒന്നായി തീരുന്ന സമയം, രണ്ടാത്മാക്കൾ ഒന്നായി ഒരു പ്രകാശമായി ദൈവത്തിലേക്ക് കുതിക്കുന്ന സമയം, ആനന്ദത്തിൻ്റെ സമയം. അത് തിരിച്ചറിയുക, അതിന് മടി കൂടാതെ അത് സപ്രസ് ചെയ്യാതിരിക്കുക. എല്ലാ സാഹചര്യങ്ങളും മികച്ചതാണെങ്കിൽ, അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ ശബ്ദവും നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്. ആ ശബ്ദം വളരെ പ്രധാനമാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം ശബ്ദത്തിൽ ആ ശബ്ദം ആ നേരത്ത് കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ചക്രകളും, നിങ്ങളുടെ എല്ലാ കോശങ്ങളും ആ ആനന്ദത്തിലേക്ക് മെർജായി പോവുകയും നമുക്ക് മാനസികമായ തലത്തിൽ വളരെ ഉന്നതമായ ഒരു ഡെവലപ്മെൻറ്റിന് സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മെൻ്റലി, ഇമോഷണൽ മാത്രമല്ല മെൻ്റൽ ഇവല്യൂഷൻ ഉണ്ടാകുന്നു. ബുദ്ധി, ക്രിയേറ്റീവ് പവർ, ഇൻ്റലിജൻസ് കൂടുന്നു, ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് കൂടുന്നു, ക്രൗൺ ആക്ടിവേറ്റ്, എല്ലാ ചക്രകളും ആ സമയത്ത് ആക്ടിവേറ്റ് ആകുന്നു. ആ എക്ടസി സമയത്ത് അല്ലെങ്കിൽ ആ ബ്ലിസ്സിൻ്റെ സമയത്ത് അത് തിരിച്ചറിയണം. അപ്പോൾ സെക്സ് ഈസ് ഡിവൈൻ. ഇൻ സക്രഡ് സെക്സ് ഈസ് ദ ഫിസിക്കൽ സൈഡ്, ഇമോഷണൽ സൈഡ്, ആൻഡ് അനദർ വൺ ഈസ് ദ സ്പിരിച്വൽ സൈഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സെക്സിന് ശരിയായ ക്രമത്തിൽ അത് ആത്മീയ ചൈതന്യവുമായി ചേർത്ത് രണ്ടാത്മാക്കൾ തമ്മിൽ ചേർന്ന് പ്രകടമാകുന്ന സെക്സ് തീർച്ചയായും നിങ്ങളെ സ്പിരിച്വൽ പാത്തിലേക്ക് ഉയർത്തുന്നു. നാം ഒരു ഈശ്വരീയമായ ചൈൽഡായിട്ട് മാറുന്നു. ഈശ്വരീയമായ ബന്ധം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മേന്മ കൂടുതലായിരിക്കും. നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും, ക്രിയേറ്റീവായിരിക്കും, ഹൈലി ഇവോൾവ്ഡ് ഇൻ്റലിജൻസ് നമുക്ക് വന്നു ചേരും. അൾട്ടിമേറ്റ്ലി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും വളരെ ബാലൻസ്ഡ് ആൻഡ് മെച്യൂർഡ് ആൻഡ് ഇംപ്രസ്ഡ് ആയിട്ട് മാറുന്നത് കാണാം. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് കാണാം. ഇപ്പോൾ സെക്സ്, in divine sex is the physical side, emotional side, ഇതിൽ പറയാത്തൊരു സൈഡ് മെൻ്റൽ സൈഡാണ്. ഓൾറെഡി ഇത് പരിപൂർണമായി ആ ബന്ധം സ്വസുഖമായി അത് തീർന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതൊന്നല്ല സെക്സ്. നമുക്കൊരു ഇണയുണ്ടായിരിക്കുക, അത് പ്രകൃതിയുടെ തത്വം തന്നെയാണ്. ഇടയും പിങ്കളയും ചേർന്നതാണ് നമ്മുടെ ഒരു പരിപൂർണമായ സിസ്റ്റം, അതിൻ്റെ സെൻട്രൽ മെറിഡിയനും. അപ്പോൾ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടെങ്കിലാണ് ഒരു പരിപൂർണതയുള്ളൂ. വുമൺ ഈസ് നാച്ചുറലി താന്ത്രിക്. എന്താണ് താന്ത്രിക് എന്ന് പറഞ്ഞാൽ? പ്രത്യേകമായ ആകർഷണീയതയുള്ള, പ്രത്യേകമായ സ്ത്രൈണഭാവങ്ങളുള്ള, അത് തന്ത്രശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ന അർത്ഥത്തിലും വരും. അവർ ആകർഷിക്കപ്പെടുന്നവരാണ്, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നവരാണ്. നാച്ചുറലി അവർ ആകർഷിക്കപ്പെടുന്നതാണ്. ഒരു പുരുഷന് സ്ത്രീയെ ആകർഷിക്കപ്പെടുന്നു. തിരിച്ചുമില്ല എന്നല്ല, പക്ഷെ മോർ നാച്ചുറലി താന്ത്രികമായിരിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന് ചില പ്രകടനങ്ങൾ കൊണ്ടും ചില നോട്ടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചില മുദ്രകൾ കൊണ്ടുമൊക്കെ അവർക്ക് വശപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വുമൺ ഈസ് നാച്ചുറലി താന്ത്രിക് എന്ന് പറയുന്നത്. അൺലെസ് ദേ ആർ സൈക്കോളജിക്കലി ഡിഫോംഡ്. മാത്രമല്ല, അവർ ഇതിനെക്കുറിച്ച് സമൂഹത്തിൽ ഡിഫോംഡ് ബൈ കൾച്ചർ ആൻഡ് ദ റിലീജിയൻ. പലപ്പോഴും പല റിലീജിയനുകളും കൾച്ചറുകളിലും ഇതിനെ വളരെ വികൃതമായ തലത്തിലാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ജനറലി
അവരിതിനെ വളരെ തെറ്റായി ധരിച്ച് ആകർഷണീയമായിട്ടുള്ള അവരുടെ കഴിവുകളെ ഒതുക്കി ഡിഫോംഡ് ആക്കുക, വികൃതമാക്കുക. അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ അത് പറയുകയാണെങ്കിൽ അത് ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമാണ്. ആ ഡിഫെൻസീവ് സിസ്റ്റത്തിന് വേണ്ടി അത് ആവശ്യമാണ്. മറിച്ച് സ്ത്രീകൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി തന്നെയുള്ളവരായിരിക്കണം. പുരുഷനെ ആകർഷിക്കാനുള്ള, ഇണയെ ആകർഷിക്കാനുള്ള തലത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നാച്ചുറലി അവർ അതിനുള്ള എല്ലാ കഴിവുകളുമുണ്ട്. അവർക്ക് ഇണയെ ആകർഷിക്കാനും ഇണയെ വളരെയധികം ആസക്തിയിലേക്ക് കൊണ്ടുപോകാനും ടെംപ്റ്റേറ്റ് ചെയ്യാനും ഒക്കെ ഒരു കഴിവുണ്ട്. അവരുടെ ഒരു ചലനം, കണ്ണിൻ്റെ ഒരു ചലനം, അല്ലെങ്കിൽ ഒരു പുരികത്തിൻ്റെ ചലനം, മുഖത്തിൻ്റെ ഒരു ചെറിയ മാറ്റം, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ പുരുഷനെ ആകർഷിക്കാൻ കഴിവുള്ളതാണ്. മറിച്ച് അത് തെറ്റായ പാരമ്പര്യങ്ങളിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരു പുരുഷൻ ശ്രദ്ധിക്കാതിരിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കേണ്ട തലത്തിലേക്ക് അവർ വന്നു ചേരുന്നു. അത് അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാകാം, ഒരു കവചത്തിന് വേണ്ടിയായിരിക്കാം. മറിച്ച് തിരിച്ചറിയുക, ഏത് റിലീജിയനിൽ നിന്ന് പഠിച്ചതായാലും, ഏത് പാരമ്പര്യങ്ങളിൽ നിന്ന് പഠിച്ചതായാലും, ഏത് കൾച്ചറുകളിൽ നിന്ന് പഠിച്ചതായാലും, ഏത് ഗോത്രങ്ങളിൽ നിന്ന് പഠിച്ചതായാലും, സെക്സ് ഈസ് നാച്ചുറൽ, സെക്സ് ഈസ് ഡിവൈൻ, വിമൺ ഈസ് നാച്ചുറലി താന്ത്രിക്. അത് അവർ കളയാതിരിക്കണം. ഭയന്ന സങ്കല്പത്തിലും കേട്ട സങ്കല്പത്തിലും അറിഞ്ഞു കേട്ട അപകടങ്ങളിലുമൊക്കെ അവർ സംരക്ഷണം, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് അതിനെ ഒരു വികലമാക്കാനായിട്ടുള്ള കഴിവുമുണ്ട്. ഈ കഴിവ് പ്രാക്ടീസ് ചെയ്താൽ എപ്പോഴും ആ ഡിഫോംഡ് ആയിട്ടുള്ള ആക്ഷനിലാവരുത്. മറിച്ച് അത് അവരുടെ ഡിഫെൻസീവ് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാൻ മാത്രമേ ആയിരിക്കണം. എല്ലാവരും ആകർഷിച്ചു വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ നമുക്ക് ആകർഷിക്കേണ്ട സ്ഥലത്ത് മാത്രം നമുക്ക് നേച്ചുറലി താന്ത്രിക്കാവാം. സ്ത്രീകൾ താന്ത്രിക്കാണ്, അവർക്കത് അത് വില അറിയുന്നുണ്ടായിരിക്കില്ല. ആക്ച്വലി അവരുടെ ഓരോ പ്രകടനവും, കണ്ണിൻ്റെ ചലനവും, മൂക്കിൻ്റെ ചലനവും, പുരികത്തിൻ്റെ ചലനവും, ഇനി ചലനങ്ങളൊന്നുമില്ലെങ്കിലും അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഊർജാവസ്ഥ ആണിനെ ആകർഷിക്കുന്നതാണ്. എത്ര അകലെ ഇരുന്നിട്ടായാലും ആ എനർജി വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അന്ധമായ വിശ്വാസത്തിലേക്ക് പോകാതെ നമ്മുടെ റിലീജിയനിൽ നിന്നും, നമ്മുടെ കൾച്ചറിൽ നിന്നും, അതുപോലെ തന്നെ ഏത് പാരമ്പര്യങ്ങളിൽ നിന്നുമായാലും കിട്ടിയ അറിവ് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. അതിനെ സത്യമായി നിലനിർത്തേണ്ടതുണ്ട്. അത് തെറ്റാണെങ്കിൽ മാറ്റി നിർത്തേണ്ടതുണ്ട്. നാം മനുഷ്യന് ഒരു ഈശ്വരീയമായ കാഴ്ചപ്പാടിൽ ചെറിയ ധൂളികൾ പോലെ കണങ്ങളായിട്ട് നിൽക്കുന്ന ഈ ഭൂമി, അതിൽ ജീവിക്കുന്ന ജീവനുകളാണ് നമ്മൾ. ജീവിതം സന്തോഷകരമാക്കാനും സമൃദ്ധി ഉണ്ടാക്കുന്നതിനും സ്നേഹകാരുണ്യങ്ങൾ നിറയുന്നതിനും സൈക്കോളജിക്കൽ ഇഷ്യൂസിന് ഒരു പരിധിവരെ കാരണം മാനസികമായിട്ടുള്ള സപ്രഷൻസാണ്. അപ്പോൾ സപ്രസ്ഡ് നെഗറ്റീവ് ഇമോഷൻസ് സപ്രഷൻ ചെയ്യുമ്പോൾ എനർജി നെഗറ്റീവ് ആകുമല്ലോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അത് സപ്രസ്ഡ് നെഗറ്റീവ് ഇമോഷൻസ് ആർ ഡിസീസസ് എന്ന് മഹാത്മാ ചുവാക്കോക്ഷി പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് അവരുടേതായ വളരെ വലിയ ഒരു ശേഷിയുണ്ട്. അവർ താന്ത്രിക്കാണ്. അവരുടെ ഓരോ ചലനങ്ങളും, ഓരോ മുദ്രകളും, അവരുടെ ഓരോ ഫേസ് എക്സ്പ്രഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ്, in all aspects, in all the way they are attracted by others, males. So you need to keep your tantric power. അത് തെറ്റായിട്ട് ധരിക്കരുത്, തെറ്റായിട്ട് മനസ്സിലാക്കരുത്.
സെക്സിനെ വെറുത്താൽ, സെക്സ് ചീത്തയാണെന്ന് ധരിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയും അത് പിന്നീട് സൈക്കോളജിക്കൽ ഇംബാലൻസുകൾക്ക് കാരണമാവുകയും ചെയ്യും. ശ്രദ്ധിക്കണം, അറിയണം, സെക്സ് ഈസ് ഡിവൈൻ. അതിൻ്റേതായ മനോഹാരിതയുണ്ട്, അതിൻ്റേതായ ആനന്ദമുണ്ട്, അതിൻ്റേതായ അഭിവൃദ്ധിയുണ്ട്. അത്ഭുതകരമായ ആത്മീയ ദർശനത്തിന്, ആത്മീയമായ പുരോഗതിക്ക് ലൈംഗികത വളരെ മികച്ചതാണ്. അത് അനുവർത്തിക്കുമ്പോൾ അതിൽ ഡിവോട്ടഡായി പരസ്പരം ചേർന്ന് ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ശരീരവും ഒരാത്മാവുമായി മാറാൻ സാധിക്കുന്ന സമയമാണ് ലൈംഗികത. ജീവിതത്തിൽ നല്ല ലൈംഗികതയുണ്ടാകട്ടെ, അതുകൊണ്ട് മനസ്സമാധാനം കൂടുതലുണ്ടാകട്ടെ, നിങ്ങളുടെ പ്രവർത്തികൾ വളരെ പ്രൊഡക്റ്റീവ് ആകട്ടെ. നമ്മുടെ ജോലിയും ബിസിനസ്സൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണോ അതിലൊക്കെ മികവ് പുലർത്താനായിട്ട് കൃത്യമായ തരത്തിൽ പ്രണയത്തോടുകൂടി, മെക്കാനിക്കൽ അല്ലാതെ എന്നതുകൊണ്ടാണ് ഞാൻ പ്രണയത്തോടുകൂടി വളരെ പരസ്പരം ബഹുമാനിച്ച് ആ നേരത്ത് പരസ്പര ധാരണയിലും പരസ്പരമായ ആകർഷണത്തിലും പരസ്പരമായ ബഹുമാനത്തോടുകൂടിയും കണ്ണിലേക്ക് നോക്കി ആ ആത്മീയ ചൈതന്യത്തിനെ ദർശിച്ച് ലൈംഗികതയിലേക്ക് പോകുമ്പോൾ രണ്ടാത്മാവും ഒന്നായി തീരുന്നതും അതിൽ നിന്ന് ആനന്ദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഈശ്വരീയമായ ബന്ധത്തിൻ്റെയും തിളക്കം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ആ സമയത്തുണ്ടാകുന്ന ശബ്ദങ്ങളെ നിയന്ത്രിക്കാതെ ആ ഓംകാരത്തെ നിങ്ങൾ ആസ്വദിക്കേണ്ടതുണ്ട്. അത് ജീവിതത്തെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ദുഃഖങ്ങളില്ലാതെ, സങ്കടങ്ങളില്ലാതെ, മറ്റു പല മാനസിക പ്രശ്നങ്ങളുമില്ലാതെ ഇരിക്കാനായി അത് സഹായിക്കും. സെക്സ് എനർജി ഈസ് നോട്ട് സപ്രസ്ഡ് and properly channeled, it may bring you to samadhi or illumination. സെക്സ് എനർജി അതിനെ കൃത്യമായ തലത്തിൽ സെക്സിന് വേണ്ടി സെക്സ് എനർജി ഉപയോഗിക്കുന്ന ബ്രഹ്മചാരികൾ അറിയേണ്ടതാണ്. when sex energy is not suppressed and properly channeled, it may bring you to samadhi or illumination. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. എല്ലാവരും ബ്രഹ്മചാരികളായാലും നമ്മുടെ ലോകത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം, അല്ലേ? അത് തലമുറകൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ചില പ്രത്യേകമായ ശക്തിവിശേഷത്തിനും ശക്തി ആർജിക്കുന്നതിനും ദൈവികമായ പ്രഭ കൂടുന്നതിനും ദൈവികമായ ബന്ധം കൂടുതൽ സ്ഥാപിച്ച് അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൂടുതൽ പ്രബലമാകാനും ഇത് സെക്സ് എനർജി ഉപയോഗിക്കാതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സെക്സ് എനർജി അതിമഹത്തായ ഒരു ശക്തിയാണ്, ആനന്ദമാണ്. സെക്സിന് വേണ്ടി അർജുണ്ടാക്കുന്നതാണ്. മറിച്ച് അതിനെ കൃത്യമായി ചാനൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രോപ്പർലി സപ്രസ് ചെയ്യാതെ ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആൾ, ഒരു പുരോഹിതൻ, അത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിന് വേണ്ട ഉയർന്ന തലത്തിലേക്ക് എത്താനായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടാതെ ആ ഊർജത്തെ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിപൂർണമായ തലത്തിലുള്ള ഒരു ജ്ഞാനിയും ഒരു ആചാര്യനുമാവാനായിട്ട് സാധിക്കുക. അത് തന്നെ ഉയരും. നാം ഉയർത്താനായിട്ടുള്ള പരിശീലനങ്ങൾ വേറെയുണ്ട് അതിന്. പക്ഷെ മറിച്ച് നമ്മുടെ ഊർജ്ജ ശരീരവും ഒക്കെ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ നാം ലൈംഗികതയ്ക്ക് അതിനെ സപ്രസ് ചെയ്യാതെ അതിനെ ഗുണപരമായ രീതിയിൽ അതിനെ ചാനൽ ചെയ്യാൻ അനുവദിച്ചാൽ
ചാനൽ ചെയ്യാൻ അനുവദിക്കാൻ മീൻസ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവികമായിട്ടുള്ള നന്മയുള്ള ലോക നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്സ് എനർജി അവിടുന്ന് ലിഫ്റ്റ് ചെയ്യപ്പെടും. അത് ക്രൗണിലേക്ക്, ഈശ്വരീയ തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് അത് ട്രാൻസ്മ്യൂട്ട് ചെയ്യപ്പെടുകയും ഈശ്വരീയമായ ബന്ധം സ്ഥാപിക്കുകയും സമാധിയിലേക്കും നമുക്ക് ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓർക്കുക, സെക്സ് ഈസ് ഡിവൈൻ. സെക്സിനെ സപ്രസ് ചെയ്യാതെ അതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് വിടുകയാണെങ്കിൽ, ക്രൗണിലേക്ക്, ഈശ്വരീയതയിലേക്ക് അതിനെ മെർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമാധി ഉണ്ടാകും. കാരണം ഈശ്വരീയമായ ബന്ധം കൂടുതലായി നിറഞ്ഞ് സ്വാധീനിക്കപ്പെടുകയും നമുക്ക് ഒരു ദൃശ്യപ്രപഞ്ചം തന്നെ, ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മികച്ച ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മെ ഉയർത്താനായി ഈ ബ്രഹ്മചര്യം സഹായിക്കും. മറിച്ച് ഭൂമിയിലെ അടുത്ത തലമുറകൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും അത് ആരോഗ്യകരമായ സെക്സ് ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞ് വളരെ വിശിഷ്ടമായ തലത്തിൽ വളർന്ന് വീടിനും നാട്ടുകാർക്കും ഒക്കെ ഗുണസമ്പന്നനായ ആളായിട്ട് മാറുന്നത് കാണാം. ആ രണ്ട് ആത്മാക്കളും കൂടി ചേരുന്ന സമയം നിറഞ്ഞ് പരസ്പരം അർപ്പണത്തോടെ സ്നേഹിച്ച് ആനന്ദത്താൽ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് കടന്നു വന്ന ദൈവികത കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന കുഞ്ഞ് വളരെ മികച്ച ഒരു തലത്തിലേക്ക് ഉയരുന്നത് കാണാം. അതുപോലെ സെക്സ് എനർജി ഈസ് സ്പിരിച്വൽ എനർജി. നമ്മൾ തെറ്റിദ്ധരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ സെക്സ് എനർജി കൊള്ളില്ല എന്നല്ല. സെക്സ് എനർജി ഈസ് സ്പിരിച്വൽ ഫ്യൂവലാണ്. നമുക്ക് ഉന്നതങ്ങളിലേക്ക്, പരമാത്മാവിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ എക്സ്റ്റസിയിലേക്ക്, ആനന്ദത്തിലേക്ക് നിറഞ്ഞ് ശാന്തവും സമാധാനവും സ്നേഹം നിറഞ്ഞ ഒരവസ്ഥയാണല്ലോ നാം പരിണാമം എന്ന് പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. വെൻ സെക്സ് എനർജി ഈസ് regulated and transformed it can lead to oneness. സെക്സ് എനർജി കൃത്യമായി അതിനെ ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്രൗണിലേക്ക് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടതാണിത്. അതുകൊണ്ട് ഇത് കുറേ കൂടി വിശദമായി അതിന് വേണ്ട പരിശീലനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. എന്നാലും ഞാനൊന്ന് പറയട്ടെ, ഈ ഊർജം നമ്മിലേക്ക് കടന്ന് സെക്സ് എനർജി നമ്മുടെ ക്രൗൺ ചക്രയിലേക്ക്, നമ്മുടെ മാനുഷികമായ നന്മകളുടെ സ്ഥലവും കടന്ന് ഈശ്വരീയവുമായ സ്ഥാനത്തേക്ക് കടന്നു വന്ന് അവിടെ പരിപോഷിക്കപ്പെടുമ്പോൾ, അവിടെ റെഗുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അവിടേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഈ ഊർജം സെക്സ് എനർജി മുകളിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് അത് ക്രൗണിലേക്ക് ചേർന്ന് കൂടുതലായിട്ടുള്ള ഈശ്വരീയതയിലേക്ക് നാം എത്തിച്ചേരുന്നു. ശ്രദ്ധിക്കണം, സെക്സ് തെറ്റാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാതിരിക്കുക. അവർക്കതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും നല്ലതുമായിട്ടുള്ളതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അതിഭാവുകത്വമില്ലാതെ തന്നെ വല്ലാതെ അതിനെ വികലമാക്കി പറഞ്ഞു കൊടുക്കരുത്. അതിനെ ബാലൻസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നാം അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് വേണം ഇതിനെ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് സെക്സ് എനർജി അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് ക്രൗണിലേക്ക് കടന്നു പോകട്ടെ. നമുക്ക് വളരെ വലിയ ഒരു ഊർജത്തിൻ്റെ മേഖലയിലേക്ക് നമുക്ക് കടക്കാം. ദൈവികമായ ഊർജത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ ഊർജതലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാന പരിശീലനങ്ങൾ ചെയ്യാം, ഹീലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക്
സ്വയമായി ഹീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒരു കോഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. യോഗ പ്രാണവിദ്യയുടെ ഇന്നർ സയൻസസ് ഇൻ്റർ ട്രസ്റ്റ് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, മറിച്ച് ഫോണിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഏത് ആ സൂട്ടബിൾ ബാച്ചിൻ്റെ സമയത്ത് അറിയിക്കാം. എല്ലാവർക്കും നന്ദി പറയട്ടെ. സ്നേഹത്തോടെ, നന്ദിയോടെ, അർപ്പണത്തോടെ നമിച്ചുകൊണ്ട് ആത്മാ നമസ്തേ. I salute the divinity in you. I salute the divinity in you. I salute the healer in you. I salute the healer in you. Thank you. Namaste.